ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പോൾ രണ്ടുപേരും വേണ്ട അമ്പലത്തിലൊക്കെ വന്ന് ദേവിയുടെ മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തിരുമേനി കൊണ്ടുപോയി പ്രസാദമൊക്കെ കൊടുത്തു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിയിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് തൊടിയിച്ചു. അപ്പോൾ തിരുമേനി വന്നിട്ട് എന്തായി, രണ്ടുപേർക്കും നല്ല ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, എന്താണെങ്കിലും ദേവിയുടെ അനുഗ്രഹം കൂടി രണ്ടുപേർക്കും വേണ്ടുവോളം കിട്ടട്ടെ. വിവാഹം ഉടനെ ഉണ്ടാവുമോ? തീയതി നിശ്ചയിച്ചു എന്നാ എന്ന് ചോദിച്ചു. 26. അപ്പോൾ 26 എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ കയ്യിലിങ്ങനെ കണക്ക് കൂട്ടുകയാണ് കേട്ടോ. മലയാള മാസം, പക്ഷേ അതത്ര നല്ല മുഹൂർത്തമല്ലല്ലോ എന്നായിരുന്നു പറച്ചിൽ. അപ്പോൾ രണ്ടുപേർക്കും ആകെ വിഷമായിട്ടോ. പല്ലവിയുടെ മുഖമൊക്കെ വേഗം മാറി. എന്ന് വെച്ചാലും മറ്റു മുഹൂർത്തങ്ങളോ ദിവസങ്ങളോ കാണാതെ വരുമ്പോൾ കുറിച്ച് കൊടുക്കാറുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും കൊടുക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷപരിഹാര പൂജാകർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? ഉപതിരുമേനി ഉണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം കൃത്യമായി ചെയ്യുക, ദേവി എന്താണെങ്കിലും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി കേട്ടോ. അപ്പോഴേക്ക് പല്ലവി ആകെ അപ്സെറ്റായിപ്പോയി. വല്ലാത്തൊരു ഷോക്ക് പോലെ ആയിപ്പോയി പല്ലവിക്ക്. പല്ലവി ഇങ്ങനെ സേതു ഇങ്ങനെ നോക്കുമ്പോഴും ആളുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല കേട്ടോ. പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. പിന്നെ കാണുന്നത് സ്വാതിനെയാണ്. അപ്പോൾ സ്വാതി ഋതുവിനെ മാറി മാറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ, ഋതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഞാനും അത് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, റിങ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എടുക്കുന്നില്ല. എന്തോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്തിനാ ടെൻഷൻ? എന്താണെന്ന് അറിയില്ല മോളെ, എൻ്റെ മനസ്സ് എന്തോ ഒരു വലിയൊരു പ്രമോഷൻ തോന്നുക. നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കോ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ. നല്ലതോ ചീത്തയോ എന്നൊന്നുമല്ല, എന്തോ ഒരു അപകടം സംഭവിക്കുന്ന പോലെ. ചേച്ചി എന്ന് വിളിച്ചു. അപ്പോൾ അച്ചു ആകെ അപ്സെറ്റാണ് കേട്ടോ. അപ്പോൾ അതെ, ശരിക്കും മൃദുവിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും നീയും സേതുവേട്ടനും ഋതുവും എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് മനസ്സിലിരുന്ന് ആരോ ഒന്ന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തോന്നുക എനിക്ക്. അതല്ല ചേച്ചി, ഞാനൊരു കാര്യം പറയാനിരിക്കായിരുന്നു. എന്താ അത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വളരെ അപ്സെറ്റായിട്ട് നിൽക്കുമ്പോഴാണ് വരവ്. അല്ല, എന്താ രണ്ടാളോട് എന്താ സംസാരം, എന്താ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അച്ചു ഇങ്ങനെ നിൽക്കുന്നു, സ്വാതിയും. അല്ലമ്മേ, രഹസ്യമൊന്നും അല്ലമ്മേ, ഋതു എവിടെ പോയതാ? അവൾ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ മറ്റോ പോയതാ. എൻ്റെ അമ്മേ, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരിടത്തോട്ടും അവളെ പറഞ്ഞു വിടല്ലേ അമ്മേ. അത് കൊള്ളാം, ഞാൻ പറഞ്ഞു വിട്ടാണോ? എന്നല്ല, എൻ്റെ മനസ്സിൽ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ, ഒരു അപായ സൂചന പോലെ തോന്നുക. അതുകൊണ്ട് ഈ വീട്ടിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹകാര്യത്തിൽ കുറച്ച് തടസ്സമുണ്ട്. പ്രശ്നം വെച്ചപ്പോൾ അത് തിരുമേനി പറയുകയും ചെയ്തതാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും അതിന് പ്രായശ്ചിത്തം ചെയ്യാനും അവർ പോയിട്ടുമുണ്ട്. അതാവും നിന്നെ ചിലപ്പോൾ തോന്നിപ്പിച്ചത്. എങ്കിലും ഇവർക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. അതെ അമ്മേ, എന്നാലും ചേച്ചിയുടെ കാര്യം ഒരു കുഴപ്പമില്ല. അവൾക്ക് എന്താ കുഴപ്പം? അമ്മേ, വരാൻ താമസിക്കുന്നില്ലേ? ആ കുട്ടി വന്നോളും. എവിടെ പോയാലും നീന്തി കയറി വരാൻ നിങ്ങളെക്കാൾ സാമർഥ്യം ഋതുവിന് തന്നെയാണ്, എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് പൂർണിമ അമ്മ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. എങ്കിലും നീ പറയാൻ വന്നത് പറ, നീ വെറുതെ ടെൻഷൻ ആവണ്ട, വെറുതെ ഒന്നും അല്ല, പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാതി ഇങ്ങനെ നിൽക്കുക, കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പം വെറുതെ അല്ലെന്നോ, എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അത് പിന്നെ ഋതു ചേച്ചി, പറ, ചേച്ചി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അച്ചു മാത്രം ഇത് ആ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ചുവിനത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ അച്ചു ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? സ്നേഹിക്കുന്നുണ്ടെന്നോ? ആരാ അയാൾ എന്നിങ്ങനെ ചോദിച്ചു. ഇത് പല്ലവി ചേച്ചിക്ക് അറിയാം, പക്ഷേ നല്ലയാളെന്നാണ് പറഞ്ഞത്. പല്ലവി ചേച്ചി കണ്ടാൽ നല്ലതായിരിക്കും, പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഋതു ഇത്രയും പെട്ടെന്ന് ഒരു ബന്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് എൻ്റെ പോയിന്റ്. അതിലെന്തോ ഒരു അസ്വാഭാവികതയില്ലേ എന്ന് സ്വാതി ചോദിക്കുക. ഉണ്ട് അല്ലേ?
ഉണ്ട് ചേച്ചി, ഇതത്ര നോർമൽ റിലേഷൻ ആകാനായിട്ട് ഒരു തരവുമില്ല എന്ന് സ്വാതിയും അച്ചുവിനും ഒരു സംശയമുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും നന്നായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഋതുവിനെയും അതുപോലെ തന്നെ ജിത്തിനെയാണ് കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക, ആ മീനൂട്ട് നടന്ന ആ സ്ഥലത്ത്. അപ്പോൾ വേഗം തന്നെ ഇന്ദ്രനാണിങ്ങനെ വെപ്രാളം പിടിച്ച് പുറകോട്ടും മുന്നോട്ടും ഒക്കെ നോക്കുക. ജിത്ത് ആരെയും നോക്കുന്നത്? ഒന്നുമില്ല. അപ്പം ഋതുവിന് എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുകയാണ് കേട്ടോ. അങ്ങനെ എന്താടോ? ഒരു കുഴപ്പമില്ലടോ, നമുക്ക് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോഴോ? കുറച്ച് കഴിയട്ടടോ, പിന്നെ പോകാം. നമ്മളെന്തോ ഇവിടെ ഒളിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഋതു പറയാണ്. അതെന്താ ഒളിച്ചിരിക്കേ? അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ആരും ഇറങ്ങി വന്നിട്ടില്ലല്ലോ. ഒരു രഹസ്യ സ്ഥലം പോലെ തോന്നുക എനിക്ക് എന്ന് പറഞ്ഞു. അതൊന്നുമില്ല. മാത്രവുമല്ല, ജിത്തിൻ്റെ പെരുമാറ്റം ഒരു തരം ആബ്സെൻറ്റ് മൈൻഡ് ആയ പോലെ എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു. തനിക്ക് എന്താടോ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടും ഇന്ദ്രനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ സമയത്ത് ഒരു മനുഷ്യൻ അതിലെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇറങ്ങി വരുമ്പോഴത്തേനും നടയിൽ സാരിയും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്നാണോ? അതെ, എന്നാൽ വേഗം ചെന്നോ, ഇപ്പം നട അടയ്ക്കും എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളിവിടെ മീനൂട്ട് നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞു ഋതു. മീനൂട്ടോ? അതെന്താ അത് എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇന്ദ്രൻ്റെ കളിയാണല്ലോ. അതെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, മീനൂട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണെന്നാണല്ലോ ജിത്തു പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറയുന്നത് അതെന്താ എന്ന് ചോദിച്ചു. അല്ല ചേട്ടാ, പിന്നെ എന്തിനാ ഈ പാത്രത്തിൽ അരിയും മലരും ഒക്കെ വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് മീനിന് കൊടുക്കാൻ. അപ്പം പിന്നെ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം വേഗം ഇദ്ദേഹവും മിണ്ടാതെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നു ഋതു, നമുക്ക് പോവാം. അയാൾ വെറുതെ എന്ന് പറഞ്ഞ് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ. അല്ല, അയാൾക്ക് എന്താ മീനൂട്ടിനെ പറ്റി അറിയാത്തതുപോലെ? അയാൾക്ക് എന്തോ ഒരു കുഴപ്പം പോലെയുണ്ട്. അയാൾ അത്ര നോർമലാന്ന് തോന്നുന്നില്ല. ഋതുവാ എന്ന് പറഞ്ഞ് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രൻ നേരെ നടയിലേക്ക് ചെല്ലുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനെയും ഹരിനെയാണ്. വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, എടോ അതിനിപ്പോൾ എന്തെത്ര അതിശയപ്പെടാൻ? എന്നെയും തന്നെയും പോലെയൊക്കെ പ്രായപൂർത്തി ഒരാളല്ലേ ഋതു. ഒരാളോട് പ്രേമം തോന്നുന്നത് സ്വാഭാവികമല്ലേ? ഹരിക്കറിയാഞ്ഞിട്ടാ. പ്രേമത്തിൽ വീഴാനാണെങ്കിൽ അവൾ മുൻപേ തന്നെ വീഴേണ്ടതായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര പേര് അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ടെന്നറിയോ? അന്നൊന്നും മൈൻഡ് ചെയ്യാതെ പോലും നടന്നിട്ട് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ, ശരി ഇപ്പം കേട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിലൊരു അസ്വാഭാവികത തോന്നേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്. എങ്കിലും അച്ചു ആകെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഹരി നേരെ അടുത്തേക്ക് വന്നിരുന്നു. അതെ, കാര്യമായിട്ട് എന്തോ മനസ്സിൽ കുടുങ്ങി കിടപ്പുണ്ടല്ലോ. എൻ്റെ മൈൻഡ് ഓക്കെ അല്ല ഹരി, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പിന്നെ എങ്ങനെ അറിഞ്ഞു? സ്വാതിയാ പറഞ്ഞത്. പല്ലവി ചേച്ചിക്കും അറിയാം, ഇനി ആർക്കൊക്കെ അറിയാമെന്നറിയില്ല. എന്നോട് മാത്രം പറയാത്തതിൽ ഒരു കള്ളത്തരമില്ലേ? ഇത്രയും പേര് പിന്നാലെ നടന്നിട്ടും പിടികൊടുക്കാതെ നടന്ന ഋതു പ്രേമിക്കാൻ തീരുമാനിച്ച ആൾ മോശക്കാരനാവില്ലല്ലോ. അതോർത്ത് സമാധാനിക്ക്. അങ്ങനൊരു മിടുക്കനാണ് കാമുകനെങ്കിൽ അഭിമാനത്തോടെ അവൾക്ക് പറയാമല്ലോ. ഒളിച്ചും പാത്തും എന്തിനാ? അതെന്താണെന്നറിയോ? ചിലപ്പോൾ ഇത്ര നാളും പ്രേമമൊന്നുമില്ലെന്ന് പറഞ്ഞ് നടന്നപ്പോൾ അതൊരു ചമ്മലായിരിക്കും. ഇതൊന്നുമല്ല. എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഋതു സെലക്ട് ചെയ്ത ആൾ എന്നേക്കാൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ ശ്രീഹരി. അതെന്താ ഹരി അങ്ങനെ പറഞ്ഞത്? അല്ല, എൻ്റെ കാര്യം തനിക്കറിയാവുന്നതല്ലേ. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ താൻ എൻ്റെ തലയെ വന്ന് വീണുപോയതല്ലേ. അല്ലെങ്കിൽ എന്നേക്കാൾ എത്രയോ നല്ലത് കിട്ടുമായിരുന്നു. ഋതുവിന് എന്തായാലും അബദ്ധം പറ്റില്ല. മതി, നിർത്ത്. ഹരിക്ക് ഹൃദയവുമില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു മടിയില്ല. അച്ചു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വേണ്ട, എന്നോട് ഇനി ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു അപ്പുറത്ത് മാറിയുന്ന അച്ചു കരയാണ് കേട്ടോ. വളരെ സങ്കടമായി അച്ചുവിന്. അപ്പോൾ ഹരി അടുത്തേക്ക് ചെന്നിട്ട്, എടോ ഞാൻ അങ്ങനെ താൻ വേണമെങ്കിലേ, എന്താ കണ്ണൊക്കെ നിറഞ്ഞത്? വിട്. ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ഹരിയേക്കാൾ നല്ലൊരാളെ കിട്ടി എന്നെങ്കിൽ പറ? അങ്ങനല്ല അച്ചു, ഞാൻ ഹാപ്പിയാണ്, എനിക്കിത്രയും മതി. ഞാൻ ഇയാളെ എൻ്റെ ഭാഗ്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ താൻ അങ്ങനെയല്ല. അച്ചു സോറി എന്ന് പറഞ്ഞു. അതെ, ഇനി അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഐ എം റിയലി സോറി പറഞ്ഞില്ലേ ഞാൻ. ഇനി പിണങ്ങല്ലേ. താൻ പിണങ്ങിയാലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹരി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷമായി, മനസ്സിനൊക്കെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ വന്നു കേട്ടോ. ആൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ പൊടുവയൊക്കെ ആയിട്ട് ഋതുവും തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ ഇന്ദ്രനാണെങ്കിൽ ചുറ്റിനും ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഋതു നോക്കും, ഒരു തട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നേരെയാവും, എങ്കിലും ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കണം. അത് പ്രസാദം കൊണ്ട് കൊടുത്തു. ഇനി പരസ്പരം രണ്ടുപേരും തൊടിയിച്ചോളും. എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിയിച്ചു. അപ്പോൾ വിവാഹം തീരുമാനിച്ചോ? ഇല്ല തിരുമേനി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിവാഹം നടക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടും ഇന്ദ്രൻ വേറെ ലോകത്താണ് കേട്ടോ. അപ്പം വേഗം തന്നെ ദീർഘസുമംഗലിയായിട്ട് ഇരിക്കാൻ മോൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇന്ദ്രൻ ഈ ലോകത്തേ അല്ല എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ തിരുമേനി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് പല്ലവിയും സേതുവും കൂടി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അവർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പക്ഷെ പല്ലവിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എടോ, ഇപ്പോൾ തൊഴുതു കഴിഞ്ഞെങ്കിലും തനിക്കൊരു സമാധാനം കിട്ടും എന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ വന്നതിനേക്കാൾ വളരെ മോശമായല്ലോ തൻ്റെ അവസ്ഥ. എന്താടോ എന്ന് ചോദിച്ചു. തിരുമേനി പറഞ്ഞത് സേതുവേട്ടനും കേൾക്കാഞ്ഞിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുക. വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുന്ന ഡേറ്റും സമയമാണ്. അതിലൊരു പാളിച്ച വന്നാൽ എടോ, നാളെ മുഹൂർത്തം ഒക്കെ നോക്കിയല്ലായിരുന്നോ തൻ്റെയും ആ ഇന്ദ്രൻ്റെയും വിവാഹം നടത്തിയത്? എന്നിട്ടിപ്പോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് താന് വിവാഹം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു. എങ്കിലും പല്ലവി ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിവിടെ അല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇന്ദ്രനെയും അതുപോലെ തന്നെ ഋതുവിനെയാണ് കാണുന്നത്. ദേവീ സന്നിധിയിൽ നിൽക്കുമ്പോൾ തൻ്റെ മറ്റെല്ലാ അശുഭചിന്തകളും മാറ്റിവെച്ചേക്കുക എന്ന് ഇന്ദ്രനോട് തിരുമേനി ഇങ്ങനെ പറയാം. അയ്യോ അങ്ങനൊന്നുമില്ല, മനസ്സിലായി എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. ഈ സമയത്ത് ഋതു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയും. അതെ, താനൊന്ന് വിചാരിക്കുക, നമുക്ക് സമാധാനം തരും. നമ്മളെപ്പോലെ രണ്ട് മനുഷ്യരെ അനുഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ദേവി ആരെയാടോ അനുഗ്രഹിക്കുക എന്ന് ചോദിക്കാനും. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച ഒരു സമാധാനം താനേ വന്നോളും. എന്താ ശരിയല്ലേ? ഇപ്പം തനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നില്ലേ? അതെ, അതാ പറഞ്ഞത്. എന്നാൽ താൻ വാ. ഇവർ രണ്ടുപേരും വണ്ടിയിലൊക്കെ കയറി അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഋതു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ഋതു കമോണിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പുറകെ ചെല്ലുകയാണ്. എങ്ങനെ എന്ന് ചോദിച്ചു. വെയിലും മഴയും എല്ലാം ഒരുമിച്ചാണല്ലോ, പ്ലസൻ്റായിട്ട് എത്ര നേരം നിന്നിട്ട് ഇപ്പോൾ ദേ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുക. ഓ ഋതു, കാര്യം എന്താന്ന് പറയടോ. എന്താ എന്ന് ചോദിച്ചോ. ജിത്തിൻ്റെ മനസ്സ് എവിടെയായിരുന്നു? ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നപ്പോൾ പോലും മനസ്സെവിടെ പോകാൻ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇല്ല, കള്ളം. അതെന്താടോ? അതെ, മീനൂട്ട് നടത്താൻ പോയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാം, ജിത്ത് മറ്റെന്തോ ആലോചനയിലായിരുന്നു. ഇല്ലടോ എൻ്റെ ഋതു, അല്ലെന്ന് ഞാൻ എങ്ങനെയാണ് ഇപ്പം തെളിയിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്താ, എത്ര ആഗ്രഹിച്ചാണ് ഞാൻ ജിത്തിൻ്റെ കൂടെ ഇവിടെ വന്നതെന്നറിയോ? അറിയാം, പക്ഷെ ഓരോ നിമിഷവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും നിറവും ഒക്കെ ഞാൻ ആഘോഷിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോൾ എന്താ ഇത് എന്ന് ചോദിച്ചോ. ജിത്തിൻ്റെ മനസ്സ് വേറെ എവിടെയോ ഇരിക്കുക. സന്തോഷമായിട്ട് ഇറങ്ങിയതാണ് ഞാൻ. എന്നിട്ട് ഋതുവിനെ ചേർത്തിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ദേ വെറുതെ കാട് കയറി വെറുതെ ഒരു ചിന്തിക്കല്ലേ. കൈ വിട്, ആരെങ്കിലും കാണട്ടെ, കണ്ട് ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ പറയും ഇതെൻ്റെ പെണ്ണാണ്, എനിക്ക് ആർക്കാ നഷ്ടം എന്ന് ഞാൻ ചോദിക്കുന്നേ. അവളെ കെട്ടിപ്പിടിക്ക്, വേണ്ടി വന്ന ഒരു ഉമ്മ വരെ കൊടുക്കും എന്ന് പറയും. ആർക്കാ ഇപ്പം ഇത്ര ചോദിക്കാൻ ധൈര്യം? ഒന്ന് മാറ്റി ജിത്ത്, മാറി ചെക്ക എന്ന് പറഞ്ഞ ഋതു. അപ്പം ഋതുവിന് ഭയങ്കര നാണമായി. സത്യം പറഞ്ഞ ഒരു താലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തൻ്റെ കഴുത്തിലങ്ങ് ഇപ്പം കെട്ടിയേനേന്നേ, സത്യം. എന്നിട്ട് എന്തിനാണെന്നറിയോ, അപ്പോൾ താൻ എൻ്റെ കൂടെ രാവും പകലും ഒക്കെ എനിക്ക് കൂടെ ഇരിക്കാമല്ലോ, പിരിയേണ്ട ആവശ്യമില്ലല്ലോ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അയാൾ ഭയങ്കര സന്തോഷത്തിലാണ് എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ, തനിക്ക് ആഗ്രഹമില്ലേടോ ഒരുമിക്കാൻ എന്ന് ചോദിച്ചു. അപ്പം എന്താ പറ, തനിക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. അപ്പം രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് ഫോണിൽ വിളിക്കുകയാണ്. മിന്നൽ പണി മുടക്കോ? അയ്യോ,
അപ്പോൾ വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല? ആഹാ, അയ്യോ പെട്ടുപോയല്ലോടാ, ശരിടാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പം ഇവനിങ്ങനെ പരിസരം മറന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ ചെന്നിട്ട് ഹലോ എന്ന് വിളിച്ചു. എന്താണ്? എന്താ വല്ലതും അറിഞ്ഞോ? എന്തറിഞ്ഞോന്നോ? അല്ല എടോ, മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രന് വലിയ ജട്ടലൊന്നും വന്നില്ല. വീണ്ടും മാറ്റിയാണല്ലോ, ബസ്സും കാറും ഒന്നും കടത്തി വിടുന്നില്ല എന്നാണ് കേട്ടത്. വേറെ വല്ല വകുപ്പും ഉണ്ടോ എന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു പുച്ഛഭാവത്തിൽ അങ്ങ് പോയി. അല്ല, അയാളെന്താ അങ്ങനെ പറഞ്ഞത്? അവസാനം അങ്ങനെ ഒരു സംസാരം. അവനെ ഞാൻ വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഋതു അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? താനിവിടെ ഒരു പണിയാലോ നമ്മളിന്ന് എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, താനിവിടെ നിൽക്കാം, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിത്ത് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഋതു അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.